മലപ്പുറം തിരുവാലിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി. തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിയമത്തുള്ളയാണ് പിടിയിലായത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ 7.5 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ആദ്യ ഗഡുവായ 50,000 രൂപ വാങ്ങുമ്പോഴാണ് പിടിയിലാകുന്നത്. അരുൺ അമർനാഥ് ചേരുകയാണ്. അരുൺ, അങ്ങനെ മറ്റൊരു കൈക്കൂലി വീരൻ കൂടി പിടിയിലാകുന്നു, വലയിലാകുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട തുകയും വലുതായിരുന്നു. എങ്ങനെയാണ് വിജിലൻസ് വലയൊരുക്കിയത്? പ്രതീഷ്, അതായത് ഈ പട്ടയത്തിലെ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ തിരുവാലി സ്വദേശി വില്ലേജ് ഓഫീസിലെ സമീപിക്കുന്നത്. അപ്പോഴാണ് ഈ വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലിയായി 7 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. അതിൽ ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപയും ചോദിച്ചു. അപ്പോൾ തന്നെ ഇയാൾ പരാതിയുമായി വിജിലൻസിനെ സമീപിക്കുകയാണ്. അങ്ങനെ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് 50,000 രൂപ ആദ്യം നൽകാം എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്നത്. അങ്ങനെ ഈ തുക കൈമാറുന്നതിനിടെ വിജിലൻസ് എത്തി കൈയോടെ പിടികൂടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വില്ലേജ് അസിസ്റ്റന്റായ നിയാമത്തുള്ളയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു. പ്രതീക്ഷ. ശരി, അരുൺ അമൃതാണ് വിവരങ്ങൾ നൽകിയത്.